നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ബെന്യാമിൻ മക്കളെ, യെരുശലേമിൻ്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുവീൻ. തെക്കോവയിൽ കാഹളമൂതുവീൻ. ബേത് ഹക്കേരേമിൽ ഒരു തീക്കുറി ഉയർത്തുവീൻ. വടക്ക് നിന്ന് അനർത്ഥവും മഹാനാശവും കാണായി വരുന്നു. സുന്ദരിയും സുഖഭോഗിനിയുമായ സിയോൻ പുത്രിയെ ഞാൻ മുടിച്ചു കളയും. അവളുടെ അടുക്കൽ ഇടയന്മാർ ആട്ടിൻ കൂട്ടങ്ങളോടുകൂടെ വരും. അവർ അവൾക്കെതിരെ ചുറ്റിലും കൂടാരമടിക്കും. അവർ ഓരോരുത്തൻ താന്താൻ്റെ ഭാഗത്ത് മേയിക്കും. അതിൻ്റെ നേരെ പടയൊരുക്കുവീൻ. എഴുന്നേൽപ്പീൻ, ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കയറിച്ചെല്ലാം. അയ്യോ കഷ്ടം, നേരം വൈകി, നിഴൽ നീണ്ടുപോയി. എഴുന്നേൽപ്പീൻ, രാത്രിയിൽ നാം കയറിച്ചെന്ന് അതിലെ അരമനകളെ നശിപ്പിക്കുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു: വൃക്ഷം മുറിപ്പീൻ, യെരുശലേമിന് നേരെ വാടകോരുവീൻ. സന്ദർശിക്കപ്പെടുവാനുള്ള നഗരം ഇതുതന്നെ. അതിൻ്റെ അകം മുഴുവനും പീഡനം നിറഞ്ഞിരിക്കുന്നു. കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ അതിൽ എപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കുന്നു. സാഹസവും കവർച്ചയും അവിടെ കേൾപ്പാനുള്ളൂ. എൻ്റെ മുമ്പിൽ എപ്പോഴും ദീനവും മുറിവും മാത്രമേ ഉള്ളൂ. യെരുശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ട് പിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇസ്രായേലിൻ്റെ ശേഷിപ്പിനെ മുന്തിരിപ്പഴം പോലെ അരിച്ച് പറിക്കും. മുന്തിരിപ്പഴം പറിക്കുന്നവനെ പോലെ നിന്റെ കൈ വീണ്ടും വള്ളികളിലേക്ക് നീട്ടുക. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ചു സാക്ഷീകരിക്കേണ്ടു. അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായ്കയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്നയായിരിക്കുന്നു, അവർക്കതിൽ ഇഷ്ടമില്ല. ആകയാൽ ഞാൻ യഹോവയുടെ ക്രോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് അടക്കി വെച്ച് ഞാൻ തളർന്നു. ഞാനത് വീഥികളിലെ കുട്ടികളിന്മേലും യൗവനക്കാരുടെ സംഘത്തിന്മേലും ഒരുപോലെ ഒഴിച്ചു കളയും. ഭർത്താവും ഭാര്യയും വൃദ്ധനും വയോധികനും കൂടെ പിടിപെടും. അവരുടെ വീടുകളും നിലങ്ങളും ഭാര്യമാരും എല്ലാം അന്യന്മാർക്കായിപ്പോകും. ഞാൻ എൻ്റെ കൈ ദേശത്തിലെ നിവാസികളുടെ നേരെ നീട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അവയൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികൾ ആകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. മ്ലേച്ഛത പ്രവർത്തിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും. അവർ ലജ്ജിക്കുകയോ നാണം അറിയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും. ഞാൻ അവരെ സന്ദർശിക്കുന്ന കാലത്ത് അവർ ഇടറി വീഴും എന്ന് യഹോവയുടെ അരുളപ്പാട്. വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളുള്ള ഒരധ്യായമാണ് 6-ാം അധ്യായം. യെരുശലേമിനെതിരെ വടക്ക് നിന്ന് സൈന്യം വരുന്നതിൻ്റെ വിശദീകരണമാണ് ഈ അധ്യായം. ഇസ്രായേൽ ആക്രമിക്കപ്പെടാൻ ദൈവം അനുവദിച്ചതിൻ്റെ കാരണങ്ങൾ ഒന്നൊന്നായി പ്രവാചകൻ നിർത്തുന്നുണ്ട്. 7-8 വാക്യങ്ങൾ പറയുന്നത് പീഡനവും ദുഷ്ടതയും സാഹസവും കവർച്ചയും യഹൂദയിൽ നിറഞ്ഞിരിക്കുന്നുവെന്നാണ്. അവർ തമ്മിൽ ഇങ്ങനെ ചെയ്യുന്നതിനാൽ ശത്രു രാജ്യത്തിൻ്റെ പീഡയിൽ നിന്നും കവർച്ചയിൽ നിന്നും രക്ഷിക്കാത്തതിന് ദൈവത്തെ കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഇവർ തമ്മിൽ തല്ലുകയാണല്ലോ. 9-10 വാക്യങ്ങൾ പറയുന്നത് ഇതുവരെ ദൈവം അവർക്ക് നൽകിയ ദൈവവചനത്തെ അവർ നിന്ദിച്ചതാണ് രണ്ടാമത്തെ കാരണമെന്നാണ്. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പറയുന്ന ഇസ്രായേലിലെ അപാലവൃദ്ധം ആളുകൾ ദ്രവ്യാഗ്രഹികളായിരിക്കുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും
ധനസമ്പാദന ലക്ഷ്യമാക്കി വ്യാജമായി പ്രവചിക്കുകയും വ്യാജമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു മൂന്നാമത്തെ കാരണം. 16-17 വാക്യങ്ങൾ പറയുന്നത്, പ്രവാചകന്മാരായ കാവൽക്കാരുടെ വാക്കുകളെ ജനം കേട്ടനുസരിക്കുന്നില്ല എന്നാണ്. യിരെമ്യാവിനെ ദൈവം ഇസ്രായേലിൻ്റെ മാറ്റുരയ്ക്കുന്ന പരീക്ഷകനാക്കി എന്ന് യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം ജനത്തോട് പറയുകയാണ്. ദൈവം ന്യായപ്രമാണത്തിൻ്റെയും സത്യപ്രവാചകരുടെയും സന്ദേശം നിങ്ങൾ കേട്ടനുസരിക്കുക. കള്ളപ്രവാചകന്മാരുടെ വ്യാജ ചികിത്സ കൊണ്ട് സമാധാനം ഉണ്ടാകുകയില്ല. നിങ്ങളുടെ വയമ്പും കുന്തിരുക്കവും കൊണ്ടുള്ള ധൂപം അല്ല വേണ്ടത്, അനുതാപവും കരച്ചിലുമാണ്. കാരണം ശത്രു സൈന്യം അടുത്തിരിക്കുന്നു. യിരെമ്യാവ് പറയുന്നത്, തീർച്ചയായിട്ടും ഇനിയൊരു പ്രവാസം ഉണ്ടാകും. ദൈവം ഇസ്രായേലിനെ, വടക്കേ രാജ്യമായ ഇസ്രായേലിനെ ശിക്ഷിക്കുകയും ബന്ദികളാകാൻ അനുവദിക്കുകയും ചെയ്തതുപോലെ തെക്കേ രാജ്യമായ അല്ലെങ്കിൽ യെരൂശലേം ദേവാലയമുള്ള ആ തെക്കേ രാജ്യം തീർച്ചയായിട്ടും പാപനിമിത്തം അടിമകളാകും. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക. നിങ്ങൾക്ക് ധൂപമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആരാധനയൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ വെറും ചടങ്ങാണ്. അതല്ല വേണ്ടത്. നിങ്ങൾ മടങ്ങി വരിക. പ്രവാചകന്മാർ കള്ളപ്രവചനങ്ങളാണ് നടത്തുന്നത്. കാരണം അവർ പറയുന്നത്, നമ്മൾ ദൈവജനമാണ്, നമുക്ക് ഒരു അടിമത്വമൊന്നും ഉണ്ടാകുകയില്ല. പണ്ട് മിസ്രയീമിൽ അടിമകളായിരുന്നു, പക്ഷേ ഇനിയൊരിക്കലും അങ്ങനെ അടിമകളാകുകയില്ല. കാരണം നമുക്ക് കനാൻ നാട് ശാശ്വത അവകാശമായി ദൈവം തന്നിരിക്കുകയാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ എൻ്റെ വചനത്തെ ഉപേക്ഷിച്ചാൽ ഞാൻ നിങ്ങളെ പ്രവാസികളാക്കും, ഞാൻ നിങ്ങളെ തോൽപ്പിക്കും, അടിമകളാക്കും, നിങ്ങൾ അവിടെ ചെന്ന് നിലവിളിക്കാൻ ഇടയാകുമെന്ന് ദൈവം പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വാക്യങ്ങളൊന്നുമല്ല കള്ളപ്രവാചകന്മാർ പറയുന്നത്. നമ്മൾ ദൈവജനമാണ്, നമ്മൾ ആരാധനക്കാരാണ്, ദൈവം നമ്മോടുകൂടെ ഉണ്ട്, ഇതുവരെ ദൈവം നമ്മളെ വിജയിപ്പിച്ചു, നാളെയും നമുക്കൊരിക്കലും ഒരു തോൽവിയോ പ്രവാസമോ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് ലഘുവായ ചികിത്സയാണ് അവർ നടത്തിയിരുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് ആത്മീകമായ സൗഖ്യം ഉണ്ടായില്ല എന്നാണ്. പക്ഷേ യിരെമ്യാവ് പറയുന്നത്, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, അല്ലെങ്കിൽ പ്രവാസമുണ്ടാകും എന്നാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ധൈര്യത്തോടെ ദൈവവചനം പ്രവചിച്ച യിരെമ്യാവിനെ പോലെ മനുഷ്യൻ്റെ പാപങ്ങളെ കുറിച്ച് പ്രസംഗിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.